ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാതെ ഗസ സമ്പൂർണ്ണ ഭക്ഷ്യക്ഷാമത്തിലായി എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ച UN. ഗസയിൽ അടിയന്തര സഹായം നൽകിയില്ല എങ്കിൽ മരണസംഖ്യ ക്രമാതീതമായി ഉയരുമെന്നും UN ഏജൻസി. ഖാൻ യൂനിസിൽ ഡ്രോൺ ആക്രമണത്തിൽ 30 പേരുൾപ്പെടെ 60 പേരെ ഇന്ന് ഇസ്രായേൽ കൊലപ്പെടുത്തി. ഗസയിൽ പട്ടിണി കിടന്ന് മരിച്ചവരുടെ എണ്ണം 271 കടന്നു. വെടിനിർത്തൽ ചർച്ചകളെല്ലാം നിർത്തിവെച്ച ഇസ്രായേൽ ഗസ സിറ്റി പിടിക്കാനുള്ള പദ്ധതിക്ക് അന്തിമ രൂപം തയ്യാറാക്കി. MCA നാസർ കൂടുതൽ വിവരങ്ങൾ നൽകും. നാസർ, ഗസ സമ്പൂർണ്ണ പട്ടിണിയിലാണ് എന്നാണ് UN പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് എത്രത്തോളം ആശങ്കാജനകമായ വാർത്തയാണ്? ദിവ്യ, തീർച്ചയായിട്ടും ഔദ്യോഗികമായിട്ടാണ് UN ഇന്ന് ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. UN-മായി ബന്ധപ്പെട്ട IPCയുടെ റിപ്പോർട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഗസയിൽ ഏറ്റവും ചുരുങ്ങിയത് 5 ലക്ഷത്തിലേറെ ആളുകൾ കൊടും പട്ടിണിയിലാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ഇന്റഗ്രേറ്റഡ് ഫുഡ് സെക്യൂരിറ്റി ഫേസ് ക്ലാസിഫിക്കേഷൻ അഥവാ IPC റിപ്പോർട്ട് വളരെ വിശദമായി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ, പട്ടിണി മരണത്തിന്റെ വക്കിലാണിപ്പോൾ പതിനായിരങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇനിയും ഇതേ അവസ്ഥ തുടരുകയാണെങ്കിൽ വ്യാപകമായിട്ടുള്ള പട്ടിണി മരണങ്ങളിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകും. അടിയന്തരമായിട്ടുള്ള ഇടപെടൽ വേണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് IPCയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഗസയിലെ പട്ടിണി എന്നത് പൂർണ്ണമായിട്ടും മനുഷ്യനിർമ്മിതമാണ് എന്നുകൂടി ഈ റിപ്പോർട്ട് അടിവരയിട്ട് വ്യക്തമാക്കുന്നുണ്ട്. വെടിനിർത്തി സഹായ വസ്തുക്കൾ അത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള നീക്കമാണ് അന്തർദേശീയ തലത്തിൽ അടിയന്തരമായി നടക്കേണ്ടത്. മടി കാണിച്ചും ചർച്ച നടത്തിയും നിൽക്കേണ്ട ഒരു സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ പട്ടിണി അതിവേഗം വ്യാപിക്കുന്ന ഒരു സാഹചര്യം കൂടി ഒരുപക്ഷെ ലോകത്തിന്റെ മിക്ക രാജ്യങ്ങളുമായി തുലനം ചെയ്യുമ്പോൾ അത് ഗസയിലാണ് ഏറ്റവും വ്യാപ്തിയിൽ ഈ പട്ടിണി വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏതാനും ദിവസങ്ങൾ ഈ ഒരു സഹായ വസ്തുക്കൾ എത്താൻ വൈകുന്നത് പോലും ആയിരങ്ങളുടെ മരണത്തിലേക്കായിരിക്കും കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക എന്ന വളരെ വലിയ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ റിപ്പോർട്ട് പുറത്തു വിട്ടിരിക്കുന്നത്. എന്ത് വില കൊടുത്തും വേണമെങ്കിൽ നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ ഈ പട്ടിണി മരണങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. പക്ഷേ അതിനുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുകൂടി ഈ റിപ്പോർട്ട് കൃത്യമായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഗസയിൽ പട്ടിണി ഉണ്ട് എന്ന UN-ന്റെ റിപ്പോർട്ടിനെ ഇസ്രായേൽ തള്ളുകയാണ്. അത് ഹമാസ് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു റിപ്പോർട്ടാണ്. അത് ഒരിക്കലും തന്നെ യാഥാർത്ഥ്യവുമായിട്ട് പൊരുത്തപ്പെടുന്നതല്ല എന്നുകൂടി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം വന്നിട്ടുണ്ട്. പക്ഷേ ഇസ്രായേലിന്റെ ആ കള്ളപ്രചരണം മാത്രമാണ് ഇപ്പോൾ പോലും നടക്കുന്നത് എന്ന് തങ്ങളുടെ കൺമുമ്പിലുള്ള ഒരു യാഥാർത്ഥ്യം പോലും ഉൾക്കൊള്ളാൻ ഇസ്രായേൽ സൈനിക നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും തയ്യാറാകാത്തതാണ് അവരുടെ പ്രതികരണത്തിൽ തെളിയിക്കുന്നതെന്ന് കൂടി ഹമാസും അറിയിച്ചിട്ടുണ്ട്. ഇതിൽ MCA പരമാവധി അവശ്യ വസ്തുക്കൾ, ഭക്ഷണ സാധനങ്ങളൊക്കെ എയർലിഫ്റ്റ് ചെയ്തും അല്ലാതെ മറ്റു വഴികളിലൂടെയും ഒക്കെ എത്തിക്കാൻ UN ഏജൻസികളൊക്കെ ശ്രമിക്കുന്നുണ്ടോ? UN ഏജൻസികൾ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പലതവണ ഇസ്രായേലിനെ സമീപിച്ചിരുന്നു. തങ്ങളുടെ ഏജൻസികൾ മുഖേന, തങ്ങളുടെ സംവിധാനങ്ങൾ മുഖേന എല്ലാ അർത്ഥത്തിലും ഈ ഭക്ഷ്യവിതരണങ്ങൾ എത്തിക്കാനും അത് കുറ്റമറ്റ രീതിയിൽ വിതരണം ചെയ്യാനുമുള്ള പ്രാപ്തിയും അതിനുള്ള സംവിധാനവും തങ്ങൾക്കുണ്ട് എന്ന് UN നേതൃത്വം തന്നെ ഇസ്രായേലിനെ അറിയിച്ചു. പക്ഷേ ആ ഘട്ടങ്ങളിലൊക്കെയും തന്നെ ഈ അഭ്യർത്ഥന നിരാകരിക്കുന്ന ഒരു സമീപനമാണ് ഇസ്രായേൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇസ്രായേലിന്റെ ലക്ഷ്യം എന്നത് ഈ പട്ടിണിയെ അതിന്റെ വ്യാപ്തിയിലേക്ക് കൊണ്ടുപോവുകയും അങ്ങനെ ജനങ്ങളെ പൂർണ്ണമായിട്ടും അവിടെ നിന്ന് പുറന്തള്ളാനുള്ള ഒരു അനുകൂല സാഹചര്യം, സാമൂഹിക സാഹചര്യം രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പട്ടിണി ഒരു ആയുധമാക്കി തന്നെ ഇസ്രായേൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം UN ഏജൻസികൾ മുന്നോട്ട് വെച്ച ഈ അഭ്യർത്ഥന പല ഘട്ടങ്ങളിലും അവർ തള്ളുകയാണ്. പ്രത്യേകിച്ച് ജോർദാനിലും ഈജിപ്തും കേന്ദ്രീകരിച്ച് നിരവധി ഗോഡൌണുകളാണ് ഈ UN ഏജൻസികൾക്ക് അവരുടെ നിയന്ത്രണത്തിലുള്ളത്. അവിടെ ഏറ്റവും ചുരുങ്ങിയത് 9000 ട്രക്ക് സഹായ വസ്തുക്കൾ തങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ലഭ്യമാണ്. അത് എത്തിക്കാനുള്ള ഒരു അനുവാദം മാത്രം ഇസ്രായേൽ നൽകിയാൽ മതി. അത് വരികയാണെങ്കിൽ ഈ പട്ടിണിയെ വളരെ പൊടുന്നനെ തന്നെ ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന് കൂടി UN ഏജൻസികൾ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഈ നിർദ്ദേശങ്ങളും ഈ ഒരു ആവശ്യവും പൂർണ്ണമായിട്ട് നിരാകരിക്കുന്ന ആ സമീപനം ഈ ഒരു നിർണായക ഘട്ടത്തിലും ഇസ്രായേൽ തുടരുകയാണ്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇപ്പോൾ പട്ടിണി മരണം കുറെ കൂടി വ്യാപ്തിയിലേക്ക് നീങ്ങും. അത് ദിനംപ്രതി വലിയ തോതിൽ തന്നെ ആളുകളുടെ കൊലയിലേക്കും കൂട്ടക്കുരുതിയിലേക്കും നയിക്കുമെന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഈ IPCയുടെ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ വെടിനിർത്തൽ സാധ്യതകളൊക്കെ പൂർണ്ണമായും ഒരു അടഞ്ഞ അധ്യായമായി മാറിക്കഴിഞ്ഞോ? ദിവ്യ, ദോഹയും കെയ്റോയും കേന്ദ്രീകരിച്ച് ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഹമാസിന്റെ പ്രതിനിധി സംഘം കഴിഞ്ഞ ദിവസം കെയ്റോയിലുണ്ട്. അതോടൊപ്പം തന്നെ ദോഹയിലും ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ തൽക്കാലം ദോഹയിലേക്കും കെയ്റോയിലേക്കും തങ്ങളുടെ സംഘത്തെ അയക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ
ഇസ്രായേൽ എത്തിയിരിക്കുന്നതെന്നാണ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്നലെ നെതന്യാഹു പറഞ്ഞത് ചർച്ച പുനരാരംഭിക്കാൻ, ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അനുമതി താൻ നൽകിയിട്ടുണ്ട്. പക്ഷേ ഏതൊരു വെടിനിർത്തൽ കരാറും അല്ലെങ്കിൽ യുദ്ധവിരാമവും ഇസ്രായേലിന്റെ ഉപാധികളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം. അതായത് ഹമാസ് നേരത്തെ ഒപ്പുവെച്ചിരിക്കുന്ന, ഹമാസ് അംഗീകരിച്ചിരിക്കുന്ന അമേരിക്കയുടെ ആ പുതിയ നിർദ്ദേശത്തെ തങ്ങൾക്ക് സ്വീകാര്യമല്ല, അത് അല്ലെങ്കിൽ അത് നിരാകരിക്കുന്നു എന്ന അർത്ഥത്തിൽ, അത് പ്രത്യക്ഷമായിട്ട് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു അമേരിക്കൻ നിർദ്ദേശത്തെ ഇസ്രായേൽ പൂർണ്ണമായിട്ടും തള്ളിയിരിക്കുകയാണ്. തങ്ങൾ ലക്ഷ്യം വെക്കുന്ന ചില ഉപാധികളുണ്ട്. അതിലേറ്റവും പ്രധാനം ഹമാസിനെ പൂർണ്ണമായിട്ടും നിരായുധീകരിക്കണം എന്നതാണ്. അതോടൊപ്പം തന്നെ ഈ ബന്ദികളെ ഒന്നിച്ച് തന്നെ വിട്ടയക്കണം എന്നതാണ്. അത് ഉൾപ്പെടെയുള്ള നിരവധി ഇസ്രായേലിന്റേതായിട്ടുള്ള ഉപാധികൾ നെതന്യാഹു മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അത് സ്വീകരിക്കുകയാണെങ്കിൽ മാത്രം ഒരു യുദ്ധവിരാമത്തിന് തയ്യാറാണ്. അതല്ല എങ്കിൽ ഗസ സിറ്റി പിടിക്കുക അല്ലെങ്കിൽ ഗസയെ പൂർണ്ണമായിട്ടും സൈനിക നിയന്ത്രണത്തിൽ കൊണ്ടുവരിക എന്ന ആ ഒരു വംശഹത്യാ പദ്ധതിയുമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത്. 60,000-ഓളം പുതിയ റിസർവ് സൈനികരെ ഇതിനായിട്ട് സജ്ജമാക്കുന്ന നീക്കങ്ങൾ പുരോഗമിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിലവിൽ 20,000-ഓളം റിസർവ് സൈനികർ ഇപ്പോൾ തന്നെ സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട്. കൂടുതൽ ആയുധ സന്നാഹങ്ങളും വെടിക്കോപ്പുകളും ഗസയിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കങ്ങളും പുരോഗമിക്കുകയാണ്. തെക്കൻ ഗസ കേന്ദ്രീകരിച്ചുകൊണ്ട് താൽക്കാലിക ടെന്റുകൾ പണിതുകൊണ്ടും എല്ലാ പലസ്തീനികളെയും, ഗസ സിറ്റിയിൽ മാത്രം ഒരു 10 ലക്ഷത്തോളം പേരുണ്ട്, അതോടൊപ്പം തന്നെ വടക്കൻ ഗസയും, ഈ രണ്ടിടങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും പലസ്തീനികളെ ആട്ടിത്തെളിയിച്ച് തെക്കൻ ഗസയിലെ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് കൊണ്ടുവരികയും പിന്നീട് അമേരിക്കയുടെയോ മറ്റു വൻശക്തി രാജ്യങ്ങളുടെയോ പിന്തുണയോടുകൂടി ഏതെങ്കിലും രാജ്യങ്ങളിലേക്ക് ഇവരെ പൂർണ്ണമായിട്ട് മാറ്റുക എന്നതാണ് ഇസ്രായേലിന്റെ പദ്ധതി. പക്ഷെ പ്രായോഗികമായിട്ട് സൈനിക നേതൃത്വം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില ആശങ്കകൾ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിശക്തമായിട്ടുള്ള പ്രത്യാക്രമണത്തിനുള്ള വലിയ സാധ്യതയും ഇസ്രായേൽ മുൻകൂട്ടി കാണുന്നുണ്ട്. എന്തായാലും തങ്ങളുടെ ഈ ഒരു വംശഹത്യാ പദ്ധതിയുമായി തന്നെ മുന്നോട്ട് പോകാനുള്ള തിരക്കിട്ട നീക്കങ്ങളാണ് നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഗസ സിറ്റിയിലും വടക്കൻ ഗസയിലും ആക്രമണം ഇന്നും വളരെ വ്യാപകമായി തന്നെ തുടരുകയാണ്. 60-ലധികം പേർ ഇന്ന് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഭക്ഷണത്തിന് കാത്തുനിന്ന 13 പേരും ഇന്ന് കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും അവസാനം പുറത്തുവരുന്നത്. ദിവ്യ. യെസ്, പട്ടിണിക്കൊല തുടരുകയാണ്. വംശഹത്യ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാ തരത്തിലുള്ള വെടിനിർത്തൽ ചർച്ചകളെയുമൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ട് ഗസ സിറ്റി പിടിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിവരങ്ങളാണ് MC നാസർ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. കുവൈറ്റ് സന്ദർശക വിസയിലുള്ളവർക്ക് ഇനി ഗവൺമെന്റ് ആശുപത്രികളിൽ ചികിത്സ ലഭിക്കില്ല. പൗരന്മാർക്കും ഇൻഷുറൻസ് ഉള്ള താമസക്കാരന് മാത്രമായി ആരോഗ്യ സേവനം പരിമിതപ്പെടുത്തും. ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അവാദി വ്യക്തമാക്കിയതനുസരിച്ച് സന്ദർശക വിസയിൽ വരുന്നവർക്ക് പൊതു ആശുപത്രികളിലും സ്പെഷ്യലിസ്റ്റ് സെന്ററുകളിലും പ്രാഥമിക ആരോഗ്യ ക്ലിനിക്കുകളിലും സേവനം ലഭ്യമാകില്ല. സേവന നിലവാരം നിലനിർത്തുക, ആശുപത്രികളിലെ അമിതഭാരം തടയുക, ലഭ്യമായ ശേഷികൾ ഏറ്റവും അർഹരായവർക്കായി സംരക്ഷിക്കുക എന്നതാണ് മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. ആരോഗ്യ ഇൻഷുറൻസ് ഉള്ള പ്രവാസികളിലും പൗരന്മാരിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ ഉയർന്ന നിലവാരമുള്ള സേവനങ്ങളും ആരോഗ്യ സംരക്ഷണ ശൃംഖലയിലുള്ള വിശ്വാസവും ശക്തിപ്പെടുത്താനാണ് നീക്കം. കുവൈറ്റിൽ വിഷമദ്യ ദുരന്തത്തിന് പിന്നാലെ മദ്യം നിയമവിധേയമാക്കണോ എന്ന ചർച്ച ശക്തമാകുന്നു. 23 പേർ മരിക്കുകയും 160-ലധികം പേർ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് വിവാദമുയർന്നത്. മദ്യത്തിന്റെ നിയന്ത്രിത വിൽപ്പന കൊണ്ടുവരുന്നത് കള്ളക്കടത്തും വിഷമദ്യ ഉപയോഗവും കുറയ്ക്കുമെന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം. അയൽ ഗൾഫ് രാജ്യങ്ങൾ പലതും ഇതിനകം മദ്യവിൽപ്പന അനുവദിക്കുന്നുണ്ടെന്നും പൊതുജനാരോഗ്യത്തിന് ഗുണകരമാകുമെന്നും അവർ പറയുന്നു. അതേസമയം കുവൈറ്റ് ഒരു ഇസ്ലാമിക രാജ്യമാണെന്നും മദ്യവിൽപ്പന മതപരമായി നിരോധിതമാണെന്നും മതപണ്ഡിതർ ഓർമ്മിപ്പിക്കുന്നു. ദാരുണ സംഭവങ്ങളുണ്ടായാലും വിലക്ക് നീക്കാൻ കാരണമാകരുത് എന്നാണ് അവരുടെ നിലപാട്. മെഥനോൾ, എഥിലീൻ പോലെയുള്ള വിഷപദാർത്ഥങ്ങൾ ചേർത്ത് നിർമ്മിക്കുന്ന മദ്യം ജീവഹാനിക്ക് കാരണമാകുമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. മെഥനോൾ ശരീരത്തിന്റെ ദഹനവും നാഡീവ്യവസ്ഥയും തകർത്ത് വേഗത്തിൽ മരണത്തിലേക്ക് നയിക്കാമെന്നും അവർ വ്യക്തമാക്കുന്നു. സുരക്ഷാ ഏജൻസികളുടെ വിലയിരുത്തൽ പ്രകാരം ഇത്തരം ഉൽപ്പന്നങ്ങൾ വിദേശത്ത് നിർമ്മിച്ചത് എന്ന വ്യാജ ലേബലിൽ വിപണിയിലിറക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്മസ്, പുതുവത്സര സമയങ്ങളിൽ ഇത്തരം ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന വർദ്ധിക്കുന്നുവെന്നും റിപ്പോർട്ടുണ്ട്. നിയമം ഫലപ്രദമാണെങ്കിൽ തുടരണം. എന്നാൽ നിരോധനം ഗുരുതര പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുന്നുവെങ്കിൽ കർശന നിയന്ത്രണങ്ങളോടെ നിയമാനുസൃത വിൽപ്പന അനുവദിക്കണമെന്ന് അന്താരാഷ്ട്ര നിയമ ഉപദേഷ്ടാവ് അൻവർ അൽ റഷീദ് അഭിപ്രായപ്പെട്ടു. നിയന്ത്രിത വിൽപ്പന സുരക്ഷിതമാക്കുമെന്ന് നിയമവിദഗ്ധർ അഭിപ്രായപ്പെടുമ്പോൾ മതപണ്ഡിതർ നിരോധനം തുടരണം എന്ന നിലപാടിലാണ്. വിഷമദ്യ ദുരന്തം കുവൈറ്റിലെ മദ്യനിയന്ത്രണ നിയമം വീണ്ടും പരിശോധിക്കണമോ എന്ന ചോദ്യത്തിന് വാതിൽ തുറന്നിരിക്കുകയാണ്. മീഡിയ 1, കുവൈറ്റ്.
സൗദിയിൽ അരിവില 20% കുറഞ്ഞതായി സ്റ്റാറ്റിസ്റ്റിക്സ് അതോറിറ്റി. ഇന്ത്യയിൽ നിന്നുള്ള അരിയുടെ വരവ് വർദ്ധിച്ചതും കൂടുതൽ ഇനങ്ങൾ വിപണിയിലെത്തിയതുമാണ് കാരണം. വിലയിൽ ഇനിയും കുറവ് വരുമെന്നാണ് ഇറക്കുമതി രംഗത്തുള്ളവരുടെ കണക്കുകൂട്ടൽ. 2023 അവസാനത്തിൽ വൻ ഉയർച്ചയാണ് അരിവിലയിലുണ്ടായത്. പ്രാദേശിക വിപണിയിൽ വില ഉയരാതിരിക്കാൻ ഇന്ത്യ കയറ്റുമതി നിയന്ത്രണം ഏർപ്പെടുത്തിയതാണ് പ്രധാന കാരണം. നിലവിൽ വിലക്കുകളൊന്നുമില്ല. ഇതോടെ അരിവില 20% കുറഞ്ഞു. സാധാരണ നിലയിലാണ് നിലവിൽ വിലയുള്ളതെന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് അതോറിറ്റി ചൂണ്ടിക്കാട്ടുന്നു. വരും ആഴ്ചകളിൽ കൂടുതൽ പ്രാദേശിക ഇനങ്ങളും തായ്ലൻഡ് ഇനങ്ങളും വിപണിയിലെത്തും. ഇതോടെ വിലയിൽ വീണ്ടും കുറവ് അനുഭവപ്പെടുമെന്നും ഇറക്കുമതി കയറ്റുമതി രംഗത്തുള്ളവർ ചൂണ്ടിക്കാട്ടുന്നു. സൗദിയിൽ ഇന്ത്യ ഉൾപ്പെടെ ഏഷ്യൻ രാജ്യക്കാരാണ് സാധാരണ അരിയുടെ പ്രധാന ഉപഭോക്താക്കൾ. മീഡിയ 1 റിയാദ്. ഖത്തറിൽ ജുമാ സമയത്ത് അവശ്യ സേവനങ്ങൾ ഒഴികെയുള്ള സ്ഥാപനങ്ങൾ അടച്ചിടാനുള്ള ഉത്തരവ് പ്രാബല്യത്തിലായി. ഇന്നുച്ചയ്ക്ക് നമസ്കാരത്തിന് വേളയിൽ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നു. നമസ്കാരത്തിന്റെ ആദ്യ ബാങ്ക് മുതൽ 1.5 മണിക്കൂറാണ് പ്രവർത്തന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. നിയമം പാലിക്കാത്ത സ്ഥാപനങ്ങൾക്ക് 10,000 റിയാൽ വരെ പിഴ ചുമത്തുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഹോട്ടലുകൾ, ആശുപത്രികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, ബേക്കറികൾ തുടങ്ങിയ 12 സേവനങ്ങൾക്കാണ് ഇതിൽ ഇളവുള്ളത്. UAEയിലെ പ്രധാന ഹൈവേകളിലൊന്നായ എമിറേറ്റ്സ് റോഡിലെ ഷാർജ ഭാഗത്ത് നാളെ മുതൽ ഗതാഗത നിയന്ത്രണമുണ്ടാകും. യൂണിവേഴ്സിറ്റി റോഡ്, അൽബാദി ബ്രിഡ്ജ് ഭാഗങ്ങളിൽ റോഡ് അടച്ചിടും. ഗതാഗതം അൽ സിയൂഹ് റോഡ്, മലിഹ റോഡ് എന്നിവ വഴി തിരിച്ചുവിടും. ഇത്തിഹാദ് റെയിൽ നിർമ്മാണത്തിന്റെ ഭാഗമായി താൽക്കാലിക പാലം നിർമ്മിക്കാനാണ് റോഡ് അടച്ചിരുന്നത്. ഈ മാസം 25 വരെ ഗതാഗത നിയന്ത്രണം തുടരും. UAEയിൽ സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി വിപുലമായ സുരക്ഷാ സന്നാഹമൊരുക്കി ദുബായ് പോലീസ്. പുതിയ അധ്യയന വർഷത്തിൽ സുരക്ഷ ഉറപ്പാക്കാൻ 750 ഉന്നത ഉദ്യോഗസ്ഥർ രംഗത്തുണ്ടാകും. മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് പുറമെ 250 പെട്രോൾ സംഘങ്ങൾ, 9 ഡ്രോണുകൾ, 6 ആഡംബര സുരക്ഷാ വാഹനങ്ങൾ, 4 കുതിര പോലീസ് യൂണിറ്റുകൾ, 60 സൈക്കിൾ പട്രോളിംഗ് സംഘങ്ങൾ എന്നിവ സുരക്ഷ ഉറപ്പാക്കാനുണ്ടാകും. കുട്ടികളിൽ നിന്ന് തന്നെ തെരഞ്ഞെടുത്ത 300 സേഫ്റ്റി അംബാസഡർമാർ രംഗത്തുണ്ടാകും. ബോധവൽക്കരണത്തിന് പ്രത്യേക സംഘങ്ങളെ നിയോഗിക്കും. ഈ മാസം 25-നാണ് UAEയിലെ സ്കൂളുകൾ തുറക്കുന്നത്. അന്നേ ദിവസം അപകടരഹിത ദിനമായി നേരത്തെ ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചിരുന്നു. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ പ്രവേശിച്ച് പ്രതിജ്ഞ എടുത്ത ശേഷം അപകടമില്ലാതെ വാഹനമോടിക്കുന്ന ഡ്രൈവർമാർക്ക് 4 ബ്ലാക്ക് പോയിന്റുകൾ വരെ കുറയ്ക്കാനുള്ള അവസരമാണ് ഈ ദിവസം ഒരുക്കിയിരിക്കുന്നത്. മീഡിയ 1 ദുബായ്. ഇന്റർപോൾ അന്വേഷിച്ചിരുന്ന 2 അന്താരാഷ്ട്ര കുറ്റവാളികൾ ദുബൈയിൽ അറസ്റ്റിലായി. UAE ആഭ്യന്തര മന്ത്രാലയമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. പിടിയിലായവരെ ഫ്രാൻസ്, ബെൽജിയം എന്നീ രാജ്യങ്ങൾക്ക് കൈമാറി. ഇവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. യൂറോപ്യൻ രാജ്യങ്ങൾ ലഹരിക്കടത്തുൾപ്പെടെ സംഘടിത കുറ്റകൃത്യങ്ങൾക്ക് നേതൃത്വം നൽകിയവരാണ് അറസ്റ്റിലായതെന്ന് മന്ത്രാലയം അറിയിച്ചു. ഒമാനിൽ വാഹനമോടിക്കുന്നവർക്ക് മുന്നറിയിപ്പുമായി റോയൽ ഒമാൻ പോലീസ്. സാധുവായ കാരണമില്ലാതെ സ്പീഡ് ട്രാക്കുകളിൽ പതുക്കെ വാഹനമോടിക്കുന്നത് ഗുരുതരമായ ഗതാഗത ലംഘനമാണെന്ന് ROP ഓർമ്മപ്പെടുത്തുന്നു. ഇത് ഗതാഗതത്തെ തടസ്സപ്പെടുത്തുക മാത്രമല്ല, അപകട സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണെന്നും ROP പറഞ്ഞു. വാഹനമോടിക്കുന്നവർ ഓരോ ലൈനിലും വേഗത നിർത്തണമെന്ന് ROP ചൂണ്ടിക്കാണിക്കുന്നു. സാധുവായ കാരണമില്ലാതെ സ്പീഡ് ട്രാക്കറുകളിൽ പതുക്കെ വാഹനമോടിക്കുന്നത് ഗുരുതരമായ ഗതാഗത ലംഘനമാണെന്ന് ROP ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പതുക്കെ വാഹനം ഓടിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്വന്തം സുരക്ഷയും മറ്റുള്ളവരുടെ സുരക്ഷയോ വിട്ടുവീഴ്ച ചെയ്യാതെ നിയുക്ത സ്ലോ ലൈനുകൾ ഉപയോഗിക്കണം. പ്രധാന റോഡുകളുടെ ഇടതുവശത്തെ ലൈനുകളിൽ പതുക്കെ വാഹനം ഓടിക്കുന്നത് മറ്റു ഡ്രൈവർമാരെ ആശയക്കുഴപ്പത്തിലാക്കുകയും ഗതാഗതത്തെ തടസ്സപ്പെടുത്തുകയും ഗതാഗത നിയമത്തിലെ എക്സിക്യൂട്ടീവ് ചട്ടങ്ങൾ ലംഘിക്കുകയും ചെയ്യുന്നതാണ്. വേഗത പരിധി മണിക്കൂറിൽ 120 കിലോമീറ്ററുള്ള ലൈനുകളിൽ മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നത് കൂടുതൽ അപകട സാധ്യതകൾ ഉണ്ടാക്കുന്നതായി ROP പറയുന്നു. കുറഞ്ഞ വേഗത പരിധിക്ക് താഴെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ കണ്ടെത്തുന്നതിന് നൂതന വേഗത നിയന്ത്രണ റഡാറുകൾ ഇപ്പോൾ വിന്യസിച്ചിട്ടുണ്ട്. ROP തീവ്രമായ ബോധവൽക്കരണ ക്യാമ്പയിനുകളും ആരംഭിച്ചിട്ടുണ്ട്. മീഡിയ 1 മസ്കത്ത്. ബഹ്റൈനിൽ ഈ വർഷം ഇതുവരെ 800ഓളം വാഹനങ്ങളിൽ തീപിടുത്തമുണ്ടായതായി അധികൃതർ. വേനൽക്കാലത്ത് കാറുകളിൽ തീപിടിക്കാനുള്ള സാധ്യത കൂടുതലായതിനാൽ പെർഫ്യൂം, ഹാൻഡ് സാനിറ്റൈസർ, ലൈറ്റർ തുടങ്ങിയ തീപിടിക്കാൻ സാധ്യതയുള്ള സാധനങ്ങൾ കാറിൽ വയ്ക്കുന്നത് ഒഴിവാക്കണമെന്ന് ഡ്രൈവർമാർക്ക് മുന്നറിയിപ്പ് നൽകി. വാഹനങ്ങൾക്ക് തീപിടിക്കുന്നത് ഒഴിവാക്കാൻ ഡ്രൈവർമാർ മുൻകരുതലുകൾ എടുക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി. നാളെ പുലർച്ചെ വരെ വിവിധ ഗവർണറേറ്റുകളിൽ കനത്ത മഴയും ഇടിമിന്നലും ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. സൗത്ത്, നോർത്ത് ഷർഖിയ, ദാഖിലിയ, ദാഹിറ,
ദോഫാറിലെ മരുഭൂമികൾ എന്നിവിടങ്ങളിൽ 20 മുതൽ 40 മില്ലിമീറ്റർ വരെ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഇത് വാദികളുടെയും അരുവികളുടെയും ഒഴുക്കിനും കാരണമാകും. അറബിക്കടൽ തീരത്ത് തിരമാലകൾ ഉയരാനും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ടെന്നും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. കുവൈറ്റിൽ കൃഷി ചെയ്ത വാഴപ്പഴം ആദ്യമായി വിപണിയിലെത്തി. കുവൈറ്റി കർഷകൻ ഈദ് സാരി അൽ അസ്മയുടെ തോട്ടത്തിൽ നിന്നാണ് വിളവെടുത്ത വാഴപ്പഴം കഴിഞ്ഞ ദിവസം ഫർസാദ് അൽ സുലൈബിയ വിപണിയിലെത്തിയത്. വർഷങ്ങളായുള്ള പരിശ്രമത്തിനും പരീക്ഷണങ്ങൾക്കും ശേഷമാണ് കാർഷിക രംഗത്തെ ഈ നേട്ടം കൈവരിച്ചതെന്ന് അൽ അസ്മി വ്യക്തമാക്കി. വരും ദിവസങ്ങളിൽ സ്ഥിരമായ ഉൽപാദനം ഉറപ്പാക്കുമെന്നും വിപണിയിൽ ദിവസേന വാഴപ്പഴം ലഭ്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വാഴപ്പഴ വിൽപ്പനയ്ക്കായി നേരിട്ടുള്ള ഔട്ട്ലെറ്റുകൾ സ്ഥാപിക്കാനും വാഴത്തൈകൾ വിൽപ്പനയ്ക്കായി പുതിയ സംരംഭം ആരംഭിക്കാനുമാണ് പദ്ധതിയെന്ന് അൽ അസ്മി കൂട്ടിച്ചേർത്തു. ഒക്ടോബർ മുതൽ മെയ് വരെ നീളുന്ന വാഴ സീസണിൽ നടയിൽ കഴിഞ്ഞ് 3 മാസത്തിനകം ഫലം ലഭിക്കാൻ തുടങ്ങുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബഹ്റൈനിലേക്ക് വരുന്ന യാത്രക്കാർക്ക് ഇനി മുതൽ പരിമിതമായ അളവിൽ മാംസം, മൃഗത്തീറ്റ, വളർത്തുമൃഗങ്ങളുടെ ഭക്ഷണം എന്നിവ കൊണ്ടുവരാം. ഇറക്കുമതി ലൈസൻസോ മറ്റ് വെറ്റിനറി സർട്ടിഫിക്കറ്റുകളോ ഇല്ലാതെ ഇവ കൊണ്ടുവരാൻ അനുമതിയുണ്ടാകും. വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങൾക്കാണ് ഈ ഇളവ് ലഭിക്കുക. പുതിയ നിയമമനുസരിച്ച് ഒരു യാത്രക്കാരന് 2 ആടുകളുടെയോ ആട്ടിൻകുട്ടികളുടെയോ മാംസം, 40 കിലോ വരെ അറുത്ത മാംസം, മൃഗത്തീറ്റ 50 കിലോ വരെ എന്നിങ്ങനെയാണ് കൊണ്ടുവരാൻ സാധിക്കുക. മാധ്യമ മേഖലയിലെ സഹകരണത്തിന് ഖത്തർ മീഡിയ കോർപ്പറേഷനും അൽ ജസീറ മീഡിയ നെറ്റ്വർക്കും തമ്മിൽ കരാർ ഒപ്പുവെച്ചു. മീഡിയ കോർപ്പറേഷനെ പ്രതിനിധീകരിച്ച അബ്ദുള്ള ഗാനിം അൽ മുഹന്നദി, അൽ ജസീറ നെറ്റ്വർക്കിനെ പ്രതിനിധീകരിച്ച് ഡയറക്ടർ ഇമാൻ അൽ അമ്രി എന്നിവരാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. മാധ്യമ പരിശീലനവും നിർമ്മാണവും ശക്തിപ്പെടുത്തുക, പഠിതാക്കൾക്ക് പ്രത്യേക പരിശീലന പരിപാടികൾ നടപ്പാക്കുക തുടങ്ങിയവയാണ് കരാറിന്റെ ലക്ഷ്യം. സൗദി വനിതകൾക്കിടയിൽ ഗർഭധാരണവും പ്രസവവും കുറയുന്നതായി റിപ്പോർട്ട്. രാജ്യത്തെ വനിതകളിൽ പകുതിയിലധികവും ഇതുവരെ പ്രസവിക്കാത്തവരാണ്. അവിവാഹിതരായ സ്ത്രീകളുടെ എണ്ണം 36%. വനിതകളിൽ ഭൂരിഭാഗം പേരും കുടുംബാസൂത്രണ രീതികൾ ഉപയോഗിക്കുന്നില്ലെന്നും ഗസ്റ്റാറ്റിന്റെ പുതിയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട സൗദി വുമൺ റിപ്പോർട്ട് 2024 വിവരങ്ങൾ പങ്കുവെക്കുന്നത്. സൗദി വനിതകളിൽ 52.8% പേരും ഇതുവരെ പ്രസവിക്കാത്തവരാണെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 15-നും 49-നും ഇടയിൽ പ്രായമുള്ളവരിലെ നിരക്കാണ് ഇത്. സമപ്രായക്കാരിൽ പ്രസവിച്ചവരുടെ എണ്ണം 47.2% റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. 15-നും 49-നും ഇടയിൽ പ്രായമുള്ള വനിതകൾക്കിടയിലെ വിവാഹത്തിലും കുറവുണ്ടായി. വിവാഹ നിരക്ക് 54.5%. ഇവരിൽ കുടുംബാസൂത്രണ രീതികൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണം 31.1%, കുടുംബാസൂത്രണ രീതികൾ ഫലപ്രദമായി ഉപയോഗിക്കാത്തവരുടെ എണ്ണം 68.9% റിപ്പോർട്ട് പറയുന്നു. ഇതേ പ്രായക്കാർക്കിടയിലെ അവിവാഹിതരുടെ എണ്ണം 35.8% എത്തി. വിവാഹമോചിതരായ വനിതകളുടെ എണ്ണം 4.3%, വിധവകളുടെ എണ്ണം 5.4% റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. രാജ്യത്തെ മൊത്തം ഫെർട്ടിലിറ്റി നിരക്ക് 2%, സ്വദേശി വനിതകൾക്കിടയിലെ നിരക്ക് 2.7% റിപ്പോർട്ട് പറയുന്നു. 15-നും 18-നും ഇടയിലുള്ള പ്രായത്തിൽ വിവാഹിതരാകുന്ന വനിതകളുടെ എണ്ണം 2.3% കുറഞ്ഞതായും റിപ്പോർട്ട് വിശദീകരിക്കുന്നു. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. ഉയർന്ന പദവികളിൽ ജോലി ചെയ്യുന്ന സൗദി വനിതകളുടെ എണ്ണത്തിൽ വർധനവ്. 3 ലക്ഷത്തിലേറെ വനിതകളാണ് ഉന്നത പദവികളിൽ ജോലി ചെയ്യുന്നത്. ഇതിൽ ഭൂരിഭാഗവും മാനേജർ തസ്തികയാണ് കൈകാര്യം ചെയ്യുന്നത്. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി സർക്കാർ നടപ്പാക്കിയ പദ്ധതികളാണ് നേട്ടത്തിന് കാരണം. 3,21,000 വനിതകളാണ് ഉയർന്ന പദവികളിൽ ജോലി ചെയ്യുന്നത്. ഇതിൽ 3,20,000 വനിതകൾ മാനേജർമാരാണ്. കമ്പനി ഡയറക്ടർ ബോർഡുകളിൽ 1200 വനിതാ അംഗങ്ങളും 370 വനിതാ ചെയർപേഴ്സൺമാരുമാണ് ഉള്ളത്. ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സിന്റേതാണ് കണക്ക്. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി സർക്കാർ നടപ്പാക്കിയ പദ്ധതികളാണ് നേട്ടത്തിന് കാരണം. സൗദി വനിതാ ജീവനക്കാരുടെ പ്രതിമാസ വേതനം 4,800 റിയാൽ മുതൽ 10,700 റിയാൽ വരെയാണ്. ആരോഗ്യമേഖലയിൽ ജോലി ചെയ്യുന്ന സൗദി വനിതകളുടെ എണ്ണത്തിലും വർധനവാണ്. 1,38,000 സ്വദേശി വനിതകളാണ് മേഖലയിലുള്ളത്. 45.6% ജീവനക്കാരും വനിതകളാണ്. ടൂറിസം മേഖലയിൽ 1,11,000 സൗദി വനിതകളുണ്ട്. മേഖലയിൽ 45.8% വനിതകളുടെ പ്രാതിനിധ്യം. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്.
UAE-യിലെ ഫുജൈറയിൽ നേരിയ ഭൂചലനം. ഇന്ന് ഉച്ചയ്ക്ക് 12:35 ഫുജൈറ സവാദ് മേഖലയിൽ ഭൂചലനം അനുഭവപ്പെട്ടത്. റിക്ടർ സ്കെയിലിൽ 3.3 തീവ്രത രേഖപ്പെടുത്തി. പ്രദേശവാസികൾക്ക് ഭൂചലനം അനുഭവപ്പെട്ടെങ്കിലും അപകടമോ നാശനഷ്ടമോ ഉണ്ടായിട്ടില്ലെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഫുജൈറയോട് ചേർന്ന് കിടക്കുന്ന ഒമാൻ പ്രദേശമായ മദ്ഹയിലും കഴിഞ്ഞ ദിവസം നേരിയ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. ഈ മാസം പലതവണ UAE-യുടെ വിവിധ മേഖലയിൽ ചെറു ഭൂചലനങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. സൗദിയിൽ ദേശീയ രക്തദാന ക്യാമ്പയിന് തുടക്കമായി. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ രക്തം നൽകി ക്യാമ്പയിന് തുടക്കം കുറിച്ചു. പൊതുജനങ്ങൾക്കിടയിൽ സ്വമേധയായുള്ള രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുകയാണ് ലക്ഷ്യം. പൊതുജനങ്ങൾക്കിടയിൽ സ്വമേധയാ രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുക, രക്തത്തിലും അതിന്റെ ഘടകങ്ങളിലും സ്വയം പര്യാപ്തത കൈവരിക്കുക, രാജ്യത്തുടനീളമുള്ള ഗുണഭോക്താക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും സുരക്ഷിതവും സുസ്ഥിരവുമായ വിതരണം ഉറപ്പാക്കുക എന്നിവ ലക്ഷ്യമിട്ട് ദേശീയ രക്തദാന ക്യാമ്പയിന് സൗദിയിൽ തുടക്കമായി. മാനുഷിക പ്രവർത്തനങ്ങളിൽ പ്രചോദനാത്മകമായ മാതൃക സൃഷ്ടിച്ച് കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ രക്തം നൽകി ക്യാമ്പയിന് തുടക്കം കുറിച്ചു. ആരെങ്കിലും ഒരു ജീവൻ രക്ഷിക്കുന്നുവെങ്കിൽ അത് മനുഷ്യരാശിയെ പൂർണ്ണമായും രക്ഷിച്ചതിന് തുല്യമാണ് എന്ന ദൈവിക കൽപ്പനയ്ക്ക് അനുസൃതമായാണ് കിരീടാവകാശിയുടെ രക്തദാനമെന്നും അധികൃതർ വിശദീകരിച്ചു. സമൂഹ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും സ്വമേധയുള്ള സംഭാവനകളുടെ സംസ്കാരം വളർത്തിയെടുക്കുന്നതിനും ആരോഗ്യ സംരക്ഷണ മേഖലയിലെ ദേശീയ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനുമുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയുടെ ഭാഗമാണെന്നും ക്യാമ്പയിൻ വൃത്തങ്ങൾ വിശദീകരിച്ചു. സാമൂഹിക ഉത്തരവാദിത്തത്തിന്റെയും ആരോഗ്യ സംരക്ഷണ സംവിധാനത്തെ പിന്തുണയ്ക്കുന്നതിനും അതിനുള്ള സജീവ പങ്കിന്റെയും ഭാഗമായി രക്തം ദാനം ചെയ്യാൻ സമൂഹത്തിലെ എല്ലാ അംഗങ്ങളോടും ആരോഗ്യമന്ത്രി ആവശ്യപ്പെട്ടു. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. കുവൈറ്റിൽ 3239 ഗതാഗത നിയമലംഘനങ്ങൾ പിടികൂടി. 7th റിംഗ് റോഡിലും മറ്റ് ഹൈവേകളിലുമായി ഓഗസ്റ്റ് 13 മുതൽ 20 വരെ നടത്തിയ പരിശോധനയിലാണ് നിയമലംഘനങ്ങൾ കണ്ടെത്തിയത്. 115 പേർ താമസ തൊഴിൽ നിയമലംഘനത്തിന് അറസ്റ്റിലായി. ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ച 12 പ്രായപൂർത്തിയാകാത്തവരെയും പിടികൂടിയതായും നിരവധി വാഹനങ്ങൾ പിടിച്ചെടുത്തതായും അധികൃതർ അറിയിച്ചു. ഗുരുതര നിയമലംഘനങ്ങൾ തടയാൻ പരിശോധനകൾ തുടരുമെന്ന് ജനറൽ ട്രാഫിക് വകുപ്പ് അറിയിച്ചു. ഫിഫ അണ്ടർ-17 ലോകകപ്പിലെ മാച്ച് ഒഫീഷ്യൽസിനെ പ്രഖ്യാപിച്ചു. റഫറിമാർ അടക്കം ആകെ 81 ഒഫീഷ്യൽസാണുള്ളത്. ടൂർണമെന്റിൽ ഫുട്ബോൾ വീഡിയോ സപ്പോർട്ട് സംവിധാനം ഉപയോഗിക്കും. നവംബറിലാണ് അണ്ടർ-17 ലോകകപ്പിന് ഖത്തർ വേദിയാകുന്നത്. നവംബർ 3 മുതൽ 27 വരെ നടക്കുന്ന കൗമാര ലോകകപ്പിൽ 27 റഫറിമാരും 54 അസിസ്റ്റന്റ് റഫറിമാരും അടക്കം 81 പേരെയാണ് ഫിഫ റഫറീസ് കമ്മിറ്റി പ്രഖ്യാപിച്ചത്. ദോഹയിലെ ആസ്പെയർ സോണിലാണ് മത്സരങ്ങൾ അരങ്ങേറുക. ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് കലാശപ്പോര്. ചരിത്രത്തിൽ ആദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ചാമ്പ്യൻഷിപ്പാണ് ഇത്തവണത്തേത്. ഒഫീഷ്യൽസിന്റെ പട്ടികയിൽ 3 ഖത്തറികളും ഇടം പിടിച്ചു. റഫറിയായി മുഹമ്മദ് അഹമ്മദ് അൽ ഷമ്മാരി, അസിസ്റ്റന്റ് റഫറിമാരായി ഖാലിദ് ഖലാഫ്, ഫൈസൽ ഈദ് അൽ ഷമ്മാരി എന്നിവരാണ് ആതിഥേയ രാജ്യത്തെ പ്രതിനിധീകരിക്കുക. വാർ അഥവാ വീഡിയോ അസിസ്റ്റന്റ് റഫറി സംവിധാനത്തിന്റെ ചെലവ് കുറഞ്ഞ രൂപമായ ഫുട്ബോൾ വീഡിയോ സപ്പോർട്ട് അഥവാ FVS ടൂർണമെന്റിൽ പരീക്ഷിക്കും. വാർ സംവിധാനത്തിൽ നിന്ന് വ്യത്യസ്തമായി FVS-ൽ പ്രത്യേക വീഡിയോ മാച്ച് ഒഫീഷ്യൽസ് ഇല്ല. മത്സരത്തിൽ പരിമിതമായ റിവ്യൂ എടുക്കാൻ അവസരമുണ്ടാകൂ. ഗോൾ, പെനാൽറ്റി, ചുവപ്പ് കാർഡ് എന്നിവയിൽ സംശയം തോന്നിയാൽ റിവ്യൂ ആവശ്യപ്പെടാം. കഴിഞ്ഞ വർഷം കൊളംബിയയിൽ നടന്ന ഫിഫ വനിതാ അണ്ടർ-20 ലോകകപ്പിലും ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ നടന്ന ഫിഫ വനിതാ അണ്ടർ-17 ലോകകപ്പിലും ഫുട്ബോൾ വീഡിയോ സപ്പോർട്ട് സംവിധാനം വിജയകരമായി പരീക്ഷിച്ചിരുന്നു. ഈ വർഷം ചിലിയിൽ നടക്കുന്ന ഫിഫ അണ്ടർ-20 ലോകകപ്പിലും മൊറോക്കോ വേദിയാകുന്ന ഫിഫ വനിതാ അണ്ടർ-17 ലോകകപ്പിലും സംവിധാനം ഉപയോഗിക്കാനാണ് തീരുമാനം. ഭാവി താരങ്ങളെ വാർത്തെടുക്കുന്നതിൽ അണ്ടർ-17 ലോകകപ്പ് ഒരു നാഴികക്കല്ലാണെന്ന് ഫിഫ റഫറീസ് കമ്മിറ്റി ചെയർമാൻ പിയർ ലൂയിജി കൊളീന പറഞ്ഞു. ഒഫീഷ്യൽസിന് തങ്ങളുടെ കരിയർ വികസിപ്പിക്കാനുള്ള അവസരവും ടൂർണമെന്റ് നൽകുന്നുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. മീഡിയ 1, ദോഹ. കത്തിക്കൊണ്ടിരുന്ന ട്രക്ക് പെട്രോൾ പമ്പിനടുത്തു നിന്നും ഓടിച്ചു മാറ്റി വലിയ അപകടം ഒഴിവാക്കിയ സൗദി യുവാവിന് 10 ലക്ഷം റിയാൽ സമ്മാനം. കഴിഞ്ഞ ദിവസം സൗദിയിലെ റിയാദിലാണ് പെട്രോൾ പമ്പിന് സമീപം വാഹനം കത്തിയത്. അതിസാഹസികമായാണ് യുവാവ് അപകടത്തിനിടെ ഇടപെട്ട വൻ ദുരന്തം ഒഴിവാക്കിയത്. റിയാദിൽ നിന്നും 300 മീറ്റർ അകലെയുള്ള പെട്രോൾ പമ്പിലായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച ട്രക്കിന് തീപിടിച്ചത്. അപകടത്തിൽപ്പെട്ടത് മൃഗങ്ങൾക്കുള്ള ഭക്ഷണം കൊണ്ടുപോകുന്ന ട്രക്കായിരുന്നു.
മാഹർ ഫഹദ് അൽ ദൽബാഹി എന്ന സൗദി പൗരനാണ് അപകട സ്ഥലത്ത് സാഹസികമായി ഇടപെട്ടത്. കത്തിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിലേക്ക് ചാടിക്കയറുകയും വാഹനം ഓടിച്ച് പെട്രോൾ പമ്പിൽ നിന്ന് ദൂരേക്ക് മാറ്റുകയുമായിരുന്നു. ഇതിനിടെ ഇദ്ദേഹത്തിന്റെ മുഖത്തും കൈകാലുകളിലും പൊള്ളലേറ്റിരുന്നു. ജീവൻ രക്ഷിക്കാൻ കാണിച്ച ഇദ്ദേഹത്തിന്റെ ധീരതയെ കിരീടാവകാശി അഭിനന്ദിച്ചു. 10 ലക്ഷം റിയാലും രാജ്യത്തെ പ്രധാന അംഗീകാരമായ അബ്ദുൽ അസീസ് മെഡലും ഇദ്ദേഹത്തിന് സമർപ്പിക്കും. ലഭിച്ച ആദരം അഭിമാനം നൽകുന്നുവെന്ന് ഫഹദിന്റെ കുടുംബം പ്രതികരിച്ചു. പൊള്ളലേറ്റ മാഹർ ഫഹദ് അൽ ദൽബാഹി നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. ചെറിയ വെള്ളാരങ്കല്ലുകളിൽ ഇറച്ചി ചുട്ടെടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? മുളാബി എന്നാണ് ഈ പാചക രീതിക്ക് പറയുക. ഒമാനിലെ സലാലയിലെ പാതയോരങ്ങളിൽ ഈ വിഭവം ലഭിക്കുന്ന ധാരാളം കടകൾ കാണാം. ഖരീഫ് സീസണിൽ സലാലയിലെത്തുന്ന സഞ്ചാരികൾ ഇത് രുചിക്കാതെ മടങ്ങാറില്ല. ചിക്കനും മട്ടനും ബീഫും മസാലയൊക്കെ തേച്ച് ചുട്ടുപഴുത്ത കല്ലിൽ ഇങ്ങനെ നിരനിരയായി വെച്ചിട്ടുണ്ട്. വേവുന്ന മുറക്ക് അവ തിരിച്ചും മറിച്ചുമിടാൻ ജോലിക്കാർ അടുത്ത് തന്നെയുണ്ട്. കല്ലിൽ ഇറച്ചി ചുട്ടെടുക്കുന്നത് സുലഭമാണെങ്കിലും ചെറിയ വെള്ളാരം കല്ലുകൾ ചൂടാക്കി അതിനു മുകളിൽ ഇറച്ചി വേവിച്ചെടുക്കുന്നത് കൗതുക കാഴ്ച തന്നെയാണ്. ഖരീഫായതോടെ മുലാബി കച്ചവടം സലാലയിൽ വിവിധ ഇടങ്ങളിൽ പൊടി പൊടിക്കുന്നു. സലാലിൽ വരുന്നവർ പ്രധാനമായും കഴിക്കുന്ന ഭക്ഷണമാണ് കല്ലിൽ വെച്ച് ചൂടെടുക്കുന്ന ഇത്തരം മാംസങ്ങൾ. മുൻകാലത്ത് കനലിന്റെ മുകളിൽ വെച്ച് ചൂടാക്കിയെടുക്കുന്ന കല്ലിന് മുകളിലായിരുന്നു പാചകമെങ്കിൽ ഇപ്പോൾ താഴെ ഗ്യാസ് കൊടുക്കുകയാണ് ചെയ്യുക. والله شوف في عندنا هذا مشاكيك، هذا يعتبر لحم قعود نحطه في العاد على الحجر، طبخة تقليدية مال عمان. في عندك برضو الدجاج نفس الطريقة. في عندك هذه الطريقة، هذا شوف لحم، هذا الكرشة، كرشة، هذا الكرشة فيها الكبد والكلى والشحم. കബ്സ, മന്തി, കാബൂളി എന്നിവയോടൊപ്പമാണ് ഇറച്ചി കഴിക്കുക. ഇവിടുത്തെ മഹല്ലി ആടും ബീഫും മാർക്കറ്റിൽ നല്ല ഡിമാൻഡാണ്. നല്ല രുചിയുള്ളതും അതോടൊപ്പം നല്ല വിലയുമാണ് ഒരു മീഡിയം സൈസ് ആടിന്. 40 റിയാലിലധികം നൽകേണ്ടി വരും. 4 പേർക്ക് കഴിക്കാവുന്ന ക്വാർട്ടറിന് 15 റിയാൽ നൽകണം. സലാലിലെ ഇത്തീനിൽ ബലദിയ പ്രത്യേകമായി സജ്ജീകരിച്ചിടത്താണ് വ്യത്യസ്തതരം മുലാബികൾ മറ്റു അറബി ഫുഡുകളോടൊപ്പം ലഭിക്കുക. യമനികളും ബംഗാളികളുമാണ് ഇവിടുത്തെ ജോലിക്കാരിൽ ഏറെയും. മീഡിയ 1, സലാല. സൗദിയിൽ അജുവ ഈന്തപ്പഴത്തിന്റെ വിളവെടുപ്പ് സജീവമായി. അടുത്തൊരു മാസത്തോടെ കൊയ്ത്തുകാലം പൂർത്തിയാകും. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് അജുവ വിപണിയിൽ സുലഭമാവുകയാണ്. മദീനയുടെ സ്വന്തം ഈന്തപ്പഴമാണ് അജുവ. കറുത്ത മുത്തുപോലുള്ള ഈ ഈന്തപ്പഴത്തിന്റെ കൊയ്ത്തുകാലമാണിത്. മദീനയുടെ വിവിധ ഭാഗങ്ങളിൽ ഇവയുടെ കൊയ്ത്ത് സജീവമായിട്ടുണ്ട്. 1 കിലോഗ്രാമിന് 20 റിയാൽ മുതൽ വിപണിയിൽ ലഭ്യമാണ്. ഇവയുടെ പച്ച ഇനങ്ങളും ലഭിക്കും. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വില ഇത്തവണ കുറഞ്ഞിട്ടുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇവ എത്തുന്നത് മദീനയിൽ നിന്നാണ്. മീഡിയ 1, മദീന. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ബീഹാറിൽ നടത്തുന്ന വോട്ട് അധികാര യാത്രയ്ക്ക് ദീപം തെളിയിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ബഹ്റൈനിലെ കോൺഗ്രസ് പോഷക സംഘടനയായ OICC പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സംഗമത്തിൽ പ്രസിഡന്റ് അലക്സ് മഠത്തിൽ അധ്യക്ഷത വഹിച്ചു. OICC മിഡിൽ ഈസ്റ്റ് ജനറൽ കൺവീനർ രാജു കല്ലുംപുറം ഉദ്ഘാടനം ചെയ്തു. ബിനു കുന്നന്താനം മുഖ്യപ്രഭാഷണം നടത്തി.
കുവൈറ്റ് എലത്തൂർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നബീൽ അബ്ദുൾ റഹ്മാന്റെ അനുസ്മരണ യോഗം ഫർവാനിയ തക്കാര ഓഡിറ്റോറിയത്തിൽ നടന്നു. യാക്കൂബ് എലത്തൂർ അധ്യക്ഷത വഹിച്ചു. നാസർ MK, മുഹമ്മദ് അസ്ലം, കെ ഫിറോസ്, അഷ്റഫ് ദാരിമി എന്നിവർ അനുസ്മരണ പ്രസംഗം നടത്തി. KKMA മാഗ്നറ്റ് ടീമിനെ ചടങ്ങിൽ ആദരിച്ചു. മുഹമ്മദ് ഇക്ബാൽ പരിപാടികൾ ഏകോപിപ്പിച്ചു. അസോസിയേഷൻ ഭാരവാഹികളും മെമ്പർമാരും ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ത്യയിലെ പൗരന്മാർക്ക് ഭരണഘടന ഉറപ്പു നൽകിയ അവകാശങ്ങൾ ഹനിക്കപ്പെടുമ്പോൾ അതിനെതിരെ ഒന്നിച്ചുള്ള പോരാട്ടമുണ്ടാകണമെന്ന് ഖത്തർ പ്രവാസി വെൽഫെയർ ടേബിൾ ടോക്ക് അഭിപ്രായപ്പെട്ടു. ന്യൂജയിലെ പ്രവാസി ഹാളിലായിരുന്നു ഖത്തറിലെ വിവിധ സംഘടനാ ഭാരവാഹികൾ പങ്കെടുത്ത ടേബിൾ ടോക്ക്. പൗരാവകാശം പോലും വെല്ലുവിളി നേരിടുന്ന ഘട്ടത്തിൽ അവകാശ സംരക്ഷണത്തിനായി മുന്നിട്ടിറങ്ങിയ ഇന്ത്യൻ പ്രതിപക്ഷ നേതാവിനൊപ്പം ഓരോ പൗരനും അണിചേരണമെന്നും ടേബിൾ ടോക്ക് ആഹ്വാനം ചെയ്തു. പ്രവാസി വെൽഫെയർ സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. ഇൻകാസ് സെക്രട്ടറി അഷ്റഫ് നന്നമുക്ക്, KMCC അൽഖോർ ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ ചെമ്പൻ, പ്രവാസി കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ മഷഹൂദ് തിരുത്തിയാട്, യൂത്ത് ഫോറം പ്രസിഡന്റ് ബിൻഷാദ് പുന്നത്തിൽ, വൺ ഇന്ത്യ കോർഡിനേറ്റർ ഷാജി ഫ്രാൻസിസ്, പ്രവാസി വെൽഫെയർ വൈസ് പ്രസിഡന്റ് റഷീദ് അലി തുടങ്ങിയവർ സംസാരിച്ചു. ഒമാൻ CBSE ക്ലസ്റ്റർ ഫുട്ബോൾ ടൂർണമെന്റ് ഇന്ത്യൻ സ്കൂൾ മുലദ്ദയിൽ നടന്നു. അണ്ടർ 14, 17, 19 വിഭാഗങ്ങളിലായി നടന്ന മത്സരങ്ങളിൽ യഥാക്രമം ഇന്ത്യൻ സ്കൂൾ സലാല, ഇന്ത്യൻ സ്കൂൾ ഗൂബ്ര, ഇന്ത്യൻ സ്കൂൾ വാദി കബീർ തുടങ്ങിയവർ ജേതാക്കളായി. സമാപന ചടങ്ങിൽ ഒമാൻ ദേശീയ ഫുട്ബോൾ ടീം ഗോൾ കീപ്പർ ഫായിസ് അൽ റുഷൈദി മുഖ്യാതിഥിയായി. ടൂർണമെന്റ് വിദ്യാർത്ഥികളിൽ കായികക്ഷമത വർദ്ധിപ്പിക്കുകയും ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകൾക്കിടയിൽ സൗഹൃദം വളർത്തുമെന്നും ഫായിസ് അൽ റുഷൈദി പറഞ്ഞു. ടൂർണമെന്റിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളുടെ കായിക മികവിനെയും ടീം വർക്കിനെയും മുലദ്ദ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ലീന ഫ്രാൻസിസ് അഭിനന്ദിച്ചു. വിജയികൾക്കും റണ്ണറപ്പുകൾക്കും ട്രോഫികളും മെഡലുകളും സമ്മാനിച്ചു. മികച്ച സേവനം കാഴ്ചവെച്ച ഒമാനി റഫറിമാരെയും ആദരിച്ചു. ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ട് ICRFന്റെ ആഭിമുഖ്യത്തിൽ ബഹ്റൈനിൽ കടുത്ത വേനലിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കായി ഭക്ഷ്യപാനീയങ്ങളുടെ വിതരണം നടത്തി. തൊഴിൽ നിയമ ബോധവൽക്കരണവും നടന്നു. റിഫയിലെ തൊഴിലിടത്തിൽ നടന്ന പരിപാടിയിൽ 120 തൊഴിലാളികൾ പങ്കെടുത്തു. സൗദിയിൽ OICC അൽ ഖസീം സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. ബുറൈദയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ അബ്ദുൾ റഹിമാൻ തിരൂർ പതാക ഉയർത്തി. ചടങ്ങിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പൊതുസമ്മേളനം സജി ജോബ് തോമസ് ഉദ്ഘാടനം ചെയ്തു. അനീഷ് ചുഴലി, സുധീർ കായംകുളം തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. PPM അഷ്റഫ് കോഴിക്കോട്, ഷിയാസ് കണിയാപുരം തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി. ബഹ്റൈനിലെ അറാദിൽ കെട്ടിടം തകർന്നുണ്ടായ വാതക സ്ഫോടനവുമായി ബന്ധപ്പെട്ട് റെസ്റ്റോറന്റ് ഉടമയ്ക്ക് മുൻപ് നൽകിയ ശിക്ഷാ ഇളവ് അപ്പീൽ കോടതി റദ്ദാക്കി. പ്രതിക്ക് 3 വർഷം തടവ് ശിക്ഷ വിധിച്ച് ഉത്തരവിട്ടതായി പബ്ലിക് പ്രോസിക്യൂട്ടർ അറിയിച്ചു. കഴിഞ്ഞ ഫെബ്രുവരി 12-നാണ് സംഭവം നടന്നത്. കുവൈറ്റിൽ സെന്റ് തോമസ് പഴയപള്ളി ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന്റെ തിരുവോണപ്പുലരി 2025 ഓണാഘോഷത്തിന് തുടക്കം. പരിപാടിയുടെ കൂപ്പണിന്റെ പ്രകാശനം വികാരി റവറൻ ഫാദർ എബ്രഹാം PJയും റവറൻ ഫാദർ ജോമോൻ ചെറിയാനും ചേർന്ന് നിർവഹിച്ചു. ആദ്യ വിൽപ്പന ഉദ്ഘാടനം അജു വർഗീസ് ഇടവക ട്രസ്റ്റി റജി P. ജോണിന് നൽകി. സെന്റ് പോൾസ് ദേവാലയത്തിൽ നടന്ന ചടങ്ങിൽ റോബിൻ ഡാനിയൽ മാത്യു, ഇടവക ഭാരവാഹികളും യുവജന പ്രസ്ഥാനം നേതാക്കളും തിരുവോണപ്പുലരി സംഘാടകരും സന്നിഹിതരായിരുന്നു. KMCC മലപ്പുറം ജില്ലാ കമ്മിറ്റി 1 മാസത്തോളമായി സംഘടിപ്പിച്ചു വരുന്ന പ്രോട്ടീൻ സമ്മർ ഫിയസ്റ്റ അവധിക്കാല ക്യാമ്പ് സമാപിച്ചു. മനാമ KMCC ഓഡിറ്റോറിയത്തിൽ നടന്ന ഗ്രാൻഡ് ഫിനാലെ വേൾഡ് KMCC സെക്രട്ടറി അസൈനാർ കളത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു. വിവിധ കലാപരിപാടികളും വിദ്യാഭ്യാസ പ്രദർശനവും നടന്നു. ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് എസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് CH ഹരിദാസിന്റെ മകൻ മഹീബ് ഹരിദാസ് ദുബായിൽ അന്തരിച്ചു. 43 വയസ്സായിരുന്നു. കോഴിക്കോട് പുതിയറ സ്വദേശിയാണ്. ദുബായ് ജെംസ് മിലേനിയം സ്കൂൾ അധ്യാപിക രമ്യ മഹീബിന്റെ ഭർത്താവാണ്. മകൾ പാർവതി ദുബായ് ജെംസ് സ്കൂളിൽ വിദ്യാർത്ഥിയാണ്. മാതാവ് മല്ലിക ഹരിദാസ് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഉദ്യോഗസ്ഥയായിരുന്നു. മൃതദേഹം പിന്നീട് ദുബായിൽ സംസ്കരിക്കും. കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷൻ മതകാര്യ വിഭാഗം ഇഷ്കെ റസൂൽ 2025 സംഘടിപ്പിക്കുന്നു. സാൽമിയ ഇന്ത്യൻ മോഡൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഓഗസ്റ്റ് 29 വൈകിട്ട് നടക്കുന്ന സമ്മേളനത്തിൽ പ്രമുഖ വാഗ്മി അമീൻ മൗലവി ചേകന്നൂർ മുഖ്യപ്രഭാഷണം നടത്തും. പരിപാടിയുടെ ഫ്ലയർ പ്രകാശനം AP അബ്ദുൽ സലാം അബ്ദുൽ കലാം മൗലവിക്ക് നൽകി നിർവഹിച്ചു. ചടങ്ങിൽ KKMA കേന്ദ്ര ഭാരവാഹികൾ, സോൺ, ബ്രാഞ്ച്, യൂണിറ്റ് നേതാക്കൾ എന്നിവർ പങ്കെടുത്തു.